കഴിഞ്ഞ സെഷനിൽ നമ്മൾ അനന്തതയെക്കുറിച്ച് സംസാരിച്ചു. അനന്തത അസംഭവ്യമാണെന്നതിൻ്റെ പല തെളിവുകളും വിവരിച്ചു. ഇനിയും ഒരുപാട് തെളിവുകൾ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളതിലേക്ക് കൂടുതൽ സമയം കളയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മോഡേൺ ഫിലോസഫിയിൽ തന്നെ പല തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫിനിറ്റി ഹോട്ടൽ അങ്ങനെ പല കൺസെപ്റ്റുകളിലൂടെ ആർഗ്യുമെൻറ്റിലൂടെ ഈ വിഷയം സമർത്ഥിക്കുന്നുണ്ട്. ഏതായാലും വളരെ സുഭദ്രമായ ബുർഹാനു തത്ബീഖ് എന്ന് പറയുന്ന ഒരു തെളിവിലൂടെ നമ്മളതൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. അതിനോടനുബന്ധമായി ഉണ്ടാകുന്ന സംശയങ്ങൾ, സ്വർഗനരകത്തിലെ ജീവിതം, അനന്തമായ എണ്ണങ്ങൾ, അതുപോലെ സമയം തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ ചെറിയ രൂപത്തിൽ ഒക്കെ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലെ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ടൈം ഡയലേഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഓരോരുത്തർക്കും വേറെ വേറെ സമയമൊക്കെ ഉണ്ടാകുമോ? അതിൻ്റെ ഒരു വിശദീകരണം ഉസ്താദ് തരുമോ? ടൈം ഡയമെൻഷൻ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഉടനെ നമുക്ക് പറയണമെന്നൊക്കെ. ടൈം ഡയമെൻഷൻ എന്ന് പറയുന്നത് അതൊരു വൈഡായ ഏരിയയാണ്. അഥവാ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി അത് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അതിൻ്റെ രണ്ട് പോസ്റ്റുലേറ്റുകളും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് വരുന്ന സംഗതിയാണ് ഈ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് ചുരുക്കി പറയാം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണവും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ടൈം ഡയലേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ നടക്കുന്ന, ഇനിയും വളരെ വിശദമായ അർത്ഥത്തിൽ നടക്കാവുന്ന ഒരു സംഗതിയുമാണ്. ഒരാളുടെ ടൈം മറ്റൊരാളുടെ അതേ സമയത്തിൻ്റെ വേഗതയിൽ ആയിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തരുടെയും സമയത്തിൻ്റെ വേഗതയിൽ ഉണ്ടാകാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റ് മാത്രം, ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. രണ്ട് ഇരട്ട കുട്ടികൾ, ഒരേ സമയം പിറന്ന രണ്ട് ഇരട്ട കുട്ടികളുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഒരാൾ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. മറ്റേ ആൾ പ്രസവിച്ച ഉടനെ അങ്ങനെ എന്ത് ചെയ്തു? പ്രസവിച്ച ഉടനെ ആവണമെന്നൊന്നുമില്ല, നമ്മളൊരു സങ്കല്പം പറയുന്നുള്ളൂ. അല്ലെങ്കിൽ 10 വയസ്സ് ഒന്നിച്ച് ജീവിച്ചു. 10 വയസ്സിന് ശേഷം ഒന്നാമത്തെ ഇരട്ടക്കുട്ടിയിൽപ്പെട്ട ഒന്നാമത്തെ വ്യക്തി ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. രണ്ടാമത്തെ വ്യക്തി പ്രകാശവേഗതയുടെ പകുതി വേഗതയിൽ സഞ്ചരിക്കുകയാണ്. ഒരു വലിയ വളരെ അതിവേഗതയുള്ളൊരു വാഹനത്തിൽ കയറി പ്രകാശത്തിൻ്റെ പകുതി വേഗതയിൽ ഈ വാഹനത്തിൽ കയറി സഞ്ചരിക്കുകയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. പ്രകാശത്തിൻ്റെ പകുതി വേഗതയിലൊന്നും സഞ്ചരിക്കാൻ സാധ്യമല്ല, അത് മറ്റൊരു വിഷയം. അതനുസരിച്ച് ഈ സമയ ദൈർഘ്യത്തിലുള്ള അളവിലും വ്യത്യാസം ഉണ്ടാകും. അതായത് പ്രകാശത്തിൻ്റെ പകുതി വേഗതയിൽ ഈ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി സഞ്ചരിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ വ്യക്തി അതിന് 5 വർഷം സഞ്ചരിച്ചു. 5 വർഷം പ്രകാശത്തിൻ്റെ വേഗതയിൽ പല നാടുകളും ചുറ്റിക്കറങ്ങി, അല്ലെങ്കിൽ പല ലോകങ്ങളിലും ചുറ്റിക്കറങ്ങി തിരിച്ച് ഭൂമിയിൽ വന്നിറങ്ങി. തിരിച്ച് ഭൂമിയിൽ വന്നിറങ്ങുമ്പോൾ 10 വയസ്സിൽ പുറപ്പെട്ട ഇയാൾക്ക് 15 വയസ്സാണ് പ്രായം ഉണ്ടാവുക. എന്നാൽ ഇയാളുടെ ഇരട്ട സഹോദരനായി ഭൂമിയിൽ നിന്ന വ്യക്തിക്ക് 20 വയസ്സ് എത്തിയിട്ടുണ്ടാവും. ഇതാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇത് തെളിയിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. 20 വയസ്സാണ് ഭൂമിയിലെ സഹോദരന്, യാത്ര പോയ ആൾക്ക് 15 വയസ്സായിട്ടുള്ളൂ. അഥവാ 5 വർഷം ഇയാൾക്ക് കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നർത്ഥം. അപ്പോൾ പോയ ആളുടെ സമയം വളരെ സ്ലോ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇയാളുടെ പകുതി വേഗതയെ അയാൾക്കുണ്ടായിട്ടുള്ളൂ എന്നർത്ഥം. സമയം സ്ലോ ആയി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 20 വയസ്സുള്ള ആളുകൾക്ക്, ഭൂമിയിലുള്ള 20 വയസ്സുള്ള വ്യക്തിക്ക് 20 വയസ്സിൻ്റെ പ്രായം ഉണ്ടായിട്ടുണ്ടാവും. അയാൾ താടി വെട്ടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ 20 വയസ്സ് വരെയുള്ള അത്രയും നീണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ യാത്ര പോയ ആൾക്ക് 15 വയസ്സിൻ്റെ അത്രയേ അയാളുടെ താടി വളർന്നിട്ടുണ്ടാവുള്ളൂ. 15 വയസ്സിൻ്റെ പ്രായമേ യാത്ര പോയ ആളുടെ മുഖത്തുണ്ടാവും. എന്നാൽ രണ്ടാമത്തെ വ്യക്തിക്കോ അല്ലെങ്കിൽ ഭൂമിയിൽ നിൽക്കുന്ന ഒന്നാമത്തെ വ്യക്തിക്കോ 20 വയസ്സിൻ്റെ മുഖ ഛായ ഉണ്ടായിട്ടുണ്ടാവും.
അയാൾ ഒരു വാച്ച് കെട്ടിയിട്ടാണ് സഞ്ചരിച്ചത് എന്ന് വിചാരിക്കുക. ഭൂമിയിലുള്ള ആളുടെ കയ്യിലും ഒരു വാച്ചുണ്ട്, ഒരേ കമ്പനിയുടെ സെയിം വാച്ചാണ്. ഭൂമിയിലുള്ള ആളുടെ കയ്യിലുള്ള വാച്ച് 10 വർഷത്തിൻ്റെ ദിവസം കറങ്ങിയിട്ടുണ്ടാവും, അത്രയും തവണ ഈ വാച്ച് കറങ്ങിയിട്ടുണ്ടാവും. എന്നാൽ സഞ്ചരിച്ച വ്യക്തിയുടെ വാച്ച് 5 വർഷത്തിന് വേണ്ട കറക്കം മാത്രമേ അത് കറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പം അയാൾ കറക്റ്റ് ടൈം വെച്ച് നോക്കിയിട്ട് മിനിറ്റുകളും സെക്കൻഡുകളും വെച്ച് കൂട്ടിയാലും 5 വർഷമേ ആയിട്ടുള്ളൂ. ഭൂമിയിലുള്ള വ്യക്തിക്ക് 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അയാളുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾ, അയാളുടെ ഹൃദയം മിടിക്കുന്നത് ഒരു മിനിറ്റിൽ 70 തവണ മിടിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്ക് 10 വർഷത്തിൻ്റെ അത്രയും ഹൃദയത്തിന് മിടിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ സഞ്ചരിച്ച വ്യക്തിക്ക് വെറും 5 വർഷത്തിൻ്റെ ഹൃദയമിടിപ്പേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ തുടങ്ങി ഈ സഞ്ചരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. ഈ സഞ്ചരിക്കുന്ന വ്യക്തിയുടെ ആ വാഹനവും അതിലുള്ള എല്ലാ സംഗതികളും ഈ ഫ്രെയിം ഓഫ് റെഫറൻസിലുള്ളതെല്ലാം 5 വർഷമാണ് സഞ്ചരിച്ചതെങ്കിൽ ഭൂമിയിൽ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. ഈ സമയത്തിൽ വരുന്ന വേഗതയിൽ വരുന്ന വേരിയേഷനാണ് ടൈം ഡയലേഷൻ എന്ന കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ പ്രകാശത്തിൻ്റെ പകുതി വേഗതയിലൊന്നും നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. പ്രകാശത്തിൻ്റെ 25% വേഗതയിലാണ് നമ്മൾ സഞ്ചരിച്ചതെങ്കിൽ ഭൂമിയിൽ 10 വർഷം കഴിയുമ്പോൾ ഈ സഞ്ചരിച്ച ആൾക്ക് 7.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അഥവാ 2.5 വർഷമാണ് കുറവ് വരിക. പ്രകാശത്തിൻ്റെ 10-1 വേഗതയിലാണ് ഇയാൾ സഞ്ചരിച്ചതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ്, അതും സാധ്യമല്ല. ഇന്ന് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലി അതൊന്നും സാധ്യമല്ല. 10% വേഗതയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം സെക്കൻഡിൽ ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുക. അപ്പം അതിൻ്റെ 10-1 എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ 30,000 കിലോമീറ്റർ സഞ്ചരിക്കണം. അങ്ങനെ ഒരു വ്യക്തി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള വ്യക്തിക്ക് 10 വർഷം കഴിയുമ്പോൾ ഈ സഞ്ചരിച്ച വ്യക്തിക്ക് 9 വർഷമേ കഴിയുള്ളൂ. 10-1, 1 വർഷം കുറവായിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ അനുപാതം. അപ്പം ഇത് പ്രായോഗികമായി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് വളരെ ചെറിയ തോതിൽ, അഥവാ സാറ്റലൈറ്റുകളിലും പിന്നെ ഭൗമോപരിതലത്തിലുള്ള പല വിക്ഷേപണങ്ങളിലൊക്കെ അവിടെ ഘടിപ്പിച്ചിരിക്കുന്ന വാച്ചുകൾ, ക്ലോക്കുകൾ, അത് നമ്മൾ ഭൂമിയിലെ അതേ വേഗതയിൽ കൃത്യമായിട്ടാണ് അവിടെയും ഓടുന്നതെങ്കിൽ ഭൂമിയിലെ സമയവുമായി അത് കൃത്യമാവില്ല. അത് മാസങ്ങൾ കഴിയുമ്പോൾ സെക്കൻഡുകളിലും ചിലപ്പോൾ മിനിറ്റുകളിലൊക്കെ ഉള്ള വ്യത്യാസം വരും. അത്ര വ്യത്യാസം വരുള്ളൂ പ്രായോഗിക തലത്തിൽ. കാരണം നമുക്ക് അത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ വേഗത കൂടുന്നതിനനുസരിച്ച് സമയം സ്ലോ ആകും എന്ന കൺസെപ്റ്റാണ് ടൈം ഡയലേഷൻ. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തൊരു തള്ളാണ് എന്ന് ആലോചിക്കേണ്ടതില്ല. ഇത് ഇവിടെ പ്രായോഗികമായി നടക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ ഒരു വലിയ ലെവലാണ് നമ്മൾ പ്രകാശത്തിൻ്റെ പകുതി വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പകുതി വേഗതയിലാണ് സമയവും ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം ഡയലേഷൻ എന്ന കൺസെപ്റ്റ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നമുക്ക് പിന്നെ പറയാമെന്ന് പറഞ്ഞല്ലോ. ടൈം ട്രാവലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഭാവിയിലേക്കും ഭൂതകാലത്തേക്കൊക്കെ സഞ്ചരിക്കാൻ കഴിയുക, അങ്ങനെ. ടൈം ട്രാവലിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് സയന്റിഫിക്കലി ഉള്ള ഒരു സാധ്യതയല്ല. അത് വെറും ഒരു സങ്കല്പം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് മാത്രമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അഥവാ നമ്മുടെ സഞ്ചാരത്തിൻ്റെ വേഗത കൂടുമ്പോൾ സമയം സ്ലോ ആവും എന്നാണല്ലോ. അപ്പോൾ പ്രകാശത്തിൻ്റെ പകുതി വേഗതയിലാകുമ്പോൾ ഇയാളുടെ സമയം പകുതി സ്ലോ ആവും. ഇനി ഇയാൾ പ്രകാശത്തിൻ്റെ അത്രയും സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അതും സങ്കല്പമാണ്. മാക്സിമം നമുക്ക് അത്രയും സങ്കല്പിക്കാൻ കഴിയുള്ളൂ സയന്റിഫിക്കലി. അപ്പോൾ പ്രകാശത്തിൻ്റെ അത്രയും വേഗതയിലാണ് ഈ വ്യക്തി സഞ്ചരിക്കുന്നതെങ്കിൽ ഇയാളുടെ സമയം 0 ആയിരിക്കും. കാരണം ഇയാൾക്ക് സമയം ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകില്ല. ഭൂമിയിൽ കൊല്ലങ്ങൾ കഴിയുന്നുണ്ടാവും, പക്ഷെ അയാൾ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോവുകയില്ല. അപ്പോൾ അയാളുടെ സമയം ആ പ്രസൻറ്റിൽ നിന്നെടുത്ത് നിൽക്കും. അയാളുടെ മുടി വളരുകയില്ല, ഹൃദയം മിടിക്കുകയില്ല, ചിന്ത പ്രവർത്തിക്കുകയില്ല, ഒന്നും ചെയ്യില്ല പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ. ഓക്കെ, അയാൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുക.
ഇനി നമ്മൾ ഒന്നുകൂടി കടന്ന് ചിന്തിക്കുക. പ്രകാശത്തെക്കാൾ വേഗതയിലാണെങ്കിലോ സഞ്ചരിക്കുന്നത്. പ്രകാശവേഗത സഞ്ചരിക്കുമ്പോൾ സമയം ആ പ്രസന്റിൽ തന്നെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നോർമൽ ചെയ്യുന്നത്. ഈ പോകുന്ന സ്പീഡ് കുറഞ്ഞ് 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 നമ്മുടെ ചലനത്തിന്റെ സ്പീഡ് കൂടുമ്പോൾ സമയത്തിന്റെ വേഗത കുറഞ്ഞ് പ്രകാശ വേഗതയിലെത്തുമ്പോൾ നമ്മൾ ആ പ്രസന്റിൽ തന്നെ സ്റ്റോപ്പായി പോവാണ്, സ്റ്റക്കായി പോവാണ്. സമയം മുന്നോട്ട് പോകുന്നില്ല. ഇനി പ്രകാശത്തേക്കാൾ വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ തിയററ്റിക്കലി എന്ത് വരണം? നമ്മൾ ഭൂതത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് വരേണ്ടി വരും. അപ്പൊ ഈ ഒരു സങ്കല്പം അനുസരിച്ച് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചാൽ നമുക്ക് ഭൂതത്തിലെത്താം എന്ന് പറയും. അപ്പോൾ ഇതൊരിക്കലും പ്രായോഗികമായി സാധ്യമേ അല്ല. ഭൂമി ഇനി പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചാൽ തന്നെ ഭൂതത്തിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ഊഹം വച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുക എന്ന നിലക്ക് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ്. അതുപോലെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കുമുള്ള സമയത്തിലൂടെയുള്ള ഈ സഞ്ചാരം എന്ന ഒരു കൺസെപ്റ്റ് ചില സിനിമകളിലും മറ്റൊക്കെ ഇത്തരം കൺസെപ്റ്റുകൾ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഇതിനാണ് ടൈം ട്രാവലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഭൂതത്തിലേക്കും ഭാവിയിലേക്കൊക്കെ പോയി നോക്കി തിരിച്ചു വരാം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊരിക്കലും സയൻറ്റിഫിക്കലി ഇമ്പോസിബിൾ ആണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ വേഗത്തിൽ സഞ്ചരിച്ച് ദൂരെയുള്ളൊരു മറ്റൊരു ഗ്രഹത്തിൽ പോയി, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭൂതകാലമാണ് കാണുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത് പ്രായോഗികമാണോ? അപ്പം ഇതും ഏകദേശം ഒന്ന് തന്നെയല്ലേ? അത് മറ്റൊരു വിഷയമാണ്. അത് നമ്മൾ ഈ പറഞ്ഞതുമായി ബന്ധമുള്ള സംഗതിയല്ല. അപ്പൊ നമുക്ക് ഇപ്പോൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, ഭൂതകാലത്ത് നടന്ന കാര്യങ്ങൾ ലൈവായിട്ട് കാണാം. ഇതും പിന്നെ പ്രായോഗികമായിട്ട് സാധ്യമല്ലെങ്കിലും തിയററ്റിക്കലി നമുക്കിത് കാണാം. എങ്ങനെ? അത് ഒറിജിനൽ തന്നെ. അത് ഈ ടൈം ട്രാവലിങ്ങോ ടൈം ഡയലേഷനായിട്ടൊന്നൊരു ബന്ധമല്ല. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാ? നമ്മൾ ഇപ്പം എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ചെയർ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? പ്രകാശം ആ ചെയറിൽ തട്ടിയിട്ട് തിരിച്ചെൻ്റെ കണ്ണിൽ പതിക്കുമ്പോഴാണ് ഞാൻ ആ ചെയർ കാണുന്നത്. ഒരു പൂവ് നമ്മൾ കാണുന്നത് ആ പൂവിൽ തട്ടിയ പ്രകാശം തിരിച്ചെൻ്റെ കണ്ണിലെത്തുമ്പോഴാണ് പൂവിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ പൂവിൽ നിന്ന് നമ്മൾ കാണുന്ന പൂവിൽ നിന്ന് പുറപ്പെട്ട പ്രകാശമാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പൂവും ചെയറും ഭൂമിയിലുള്ളതൊക്കെ വളരെ അടുത്തായതുകൊണ്ട് ആ വസ്തു ഉള്ള സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കണ്ണിലേക്ക് പ്രകാശം എത്തുന്നത് കൊണ്ട് ആ സ്പോട്ടിലുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കേൾവിയുടെ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി വേഗത്തിൽ മനസ്സിലാകും. അതായത് ഇത് ലളിതമായൊരു സംഭവമാണ്, പലർക്കും സാധാരണഗതിയിൽ അറിയുന്നതാണ്. അപ്പൊ നമ്മൾ പിന്നെ ദൂരെ നിന്ന് ഒരാൾ അലക്കുന്ന കാഴ്ച കാണുമ്പോൾ ടിക് 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 ഇങ്ങനെ ഉണ്ടാവുക. ടിക് 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 ഇങ്ങനെയല്ല. കാരണം ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ടിക് സൗണ്ട് കേൾക്കുക. അല്ലെ ഫുട്ബോൾ കളിക്കുന്നത് ദൂരെ നിന്ന് കേൾക്കുകയാണെങ്കിൽ തട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഒരു അര സെക്കൻഡ് 1/4 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സൗണ്ട് കേൾക്കുക, അല്ലേ? കാരണം ശബ്ദം ഉണ്ടാകുമ്പോഴല്ല നമ്മൾ കേൾക്കുന്നത്, ആ ശബ്ദം നമ്മുടെ കാതിലെത്തുമ്പോഴാണ് നമുക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. അപ്പൊ ശബ്ദത്തിന് പ്രകാശത്തെക്കാൾ കുറച്ച് സ്ലോ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ശബ്ദം കേൾക്കുന്നത്. പക്ഷെ അടുത്തുള്ള ശബ്ദത്തിനൊന്നും നമുക്ക് ഈ വേരിയേഷൻ മനസ്സിലാവില്ല എന്ന് മാത്രം. എന്നാൽ പ്രകാശം അതിവേഗതയിൽ സഞ്ചരിക്കുന്നുള്ളത് കൊണ്ട് അടുത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് സ്പോട്ടിൽ തന്നെ കാണാമെങ്കിലും ദൂരെയുള്ള വസ്തുക്കൾ, വളരെ ദൂരെയുള്ള വസ്തുക്കൾ സെക്കൻഡുകളും മിനിറ്റുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കാണുക. ഉദാഹരണത്തിന് സൂര്യൻ 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സമയവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് കാണുന്ന സൂര്യൻ ഇപ്പോൾ ഉള്ള സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നാം കാണുന്ന സ്ഥലത്തല്ല ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളത്. ഇപ്പൊ നമ്മൾ കാണുന്നത് 8 മിനിറ്റ് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. 8 മിനിറ്റ് മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശം ഇപ്പോഴാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അപ്പൊ നമ്മളിപ്പോൾ കാണുന്ന ആ സ്ഥലത്ത് നിന്ന് സൂര്യൻ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പടിഞ്ഞാറായിട്ട് പോയിട്ടുണ്ടാകും. ഓക്കെ. അപ്പോ ദൂരെയുള്ള, കാരണം സൂര്യനിലുള്ള പ്രകാശം ഏതാണ്ട് 8 മിനിറ്റ് കഴിയുമ്പോഴാണ് ഭൂമിയിൽ എത്തുക എന്നതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. അങ്ങനെയാണ് കുറേ ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഈ വ്യത്യാസം കൂടുതലായിട്ട് സംഭവിക്കും. ഉദാഹരണം, ഒരു പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തെ നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കുക. ഒരു പ്രകാശവർഷം അകലെയുള്ള, അഥവാ
അവിടേക്ക് പ്രകാശം സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു വർഷം സഞ്ചരിക്കണം. ഒരു വർഷം ഓടിയാലേ ആ നക്ഷത്രത്തിൽ എത്താൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു നക്ഷത്രം നമ്മളിപ്പോൾ കാണുകയാണെങ്കിൽ നമ്മൾ എപ്പോഴുള്ള നക്ഷത്രത്തെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്? ഇപ്പോൾ കാണുന്നത് ഒരു വർഷം മുമ്പുള്ള നക്ഷത്രത്തെയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊരിക്കലും ലൈവായിട്ട് ആ നക്ഷത്രം കാണാൻ സാധ്യമല്ല. ഒരു വർഷം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കണ്ണിൽ എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പക്ഷേ വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങളൊക്കെ ഒരു പക്ഷേ അത് മരിച്ചൊടുങ്ങിയിട്ടും നമ്മൾ ആ നക്ഷത്രത്തെയും അതിൻ്റെ പ്രകാശത്തെയൊക്കെ കാണും. കാരണം അത് മരിക്കുന്നതിന് മുമ്പ് ആ നക്ഷത്രത്തിൽ നിന്ന് വന്ന പ്രകാശം ഇപ്പോഴാണ് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഇത് നമ്മൾ ആ നക്ഷത്രത്തിൻ്റെ ഒരു വർഷം മുമ്പുള്ള കാഴ്ചയും ഒരു വർഷം മുമ്പുള്ള കാര്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. മുമ്പുള്ള സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യം ചിന്തിച്ച് നോക്കുക. ഇതുപോലെ ഒരു പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് സങ്കല്പിക്കുക. ഒരു പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തിലാണ് നമ്മളുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയുടെ ഇപ്പോൾ 2025 കാഴ്ചയല്ല നമ്മൾ കാണുക. ഒരു വർഷം മുമ്പുള്ള കാഴ്ചയാണ് നമ്മൾ ഭൂമിയിൽ കാണുക. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് ലൈവായിട്ട് നമുക്കിപ്പോൾ കറക്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ നടക്കുന്ന കാര്യം കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ 6 മാസം മുമ്പ് മരണപ്പെട്ടു പോയ വ്യക്തിയെ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് കാണാം. അതിൻ്റെ ടെലസ്കോപ്പും മറ്റു ഉപകരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഭൂമിയിലെ ആളുകളൊക്കെ കാണാൻ സാധ്യമുള്ളൂ. അത് മറ്റൊരു വിഷയം. അങ്ങനെയാണെങ്കിൽ ഒരു 100 പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്തുള്ള നക്ഷത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളതെങ്കിൽ നമുക്ക് 100 വർഷം മുമ്പുള്ള ഭൂമിയിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. 1000 പ്രകാശവർഷങ്ങൾക്കകലെ, 1000 പ്രകാശവർഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു ഗാലക്സിയുടെ അകത്ത് തന്നെയാണ്. നമ്മുടെ ആകാശഗംഗ എന്ന് പറയുന്ന ഈ ഒരു ഗാലക്സി നക്ഷത്രക്കൂട്ടം, അതിൻ്റെ വലിപ്പം 1,00,000 പ്രകാശവർഷം. അവിടെ നിന്ന് ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പ്രകാശം സഞ്ചരിക്കാൻ 1,00,000 വർഷം എടുക്കും. അപ്പോൾ ലളിതം അതിൻ്റെ ഉള്ളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് 1000 പ്രകാശവർഷം അകലെ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ 1500 പ്രകാശവർഷം അകലെ. അവിടെ ഒരു നക്ഷത്രത്തിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ഭൂമിയിൽ കാണുക 1500 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നടന്ന കാഴ്ചകളായിരിക്കും. ഓക്കെ, പക്ഷെ ഇതൊക്കെ നമുക്ക് വെറുതെ സംസാരിച്ച് ഇരിക്കാം എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഈ പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ ഒന്നും പോകാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് പ്രായോഗികമായൊരു വസ്തുത. എങ്കിലും നമ്മൾ തിയററ്റിക്കലി ഇതിങ്ങനെ തന്നെയാണ് കാണുക എന്ന് മറ്റൊരു വിഷയം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാഴ്ച അത് ടൈം ട്രാവലിങ്ങോ ടൈം ഡയലേഷനോ ഒന്നുമല്ല. ഇത് പ്രകാശത്തിൻ്റെ വേഗതക്കുറവ് കൊണ്ട് നമുക്ക് ഭൂതകാലത്തിലുള്ളത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു മാത്രം. അപ്പോൾ നമ്മൾ മുമ്പൊരാൾ എന്നോട് ചോദിച്ചു, ഈ വിഷയം ഒരു ക്ലാസ്സിൽ അവതരിപ്പിച്ചപ്പോൾ, അങ്ങനെയാണ് നമ്മളിങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്താൽ പോലെ കുറേ കാലം കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്റ്റ് കാണാൻ കഴിയുമല്ലോ? ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു പ്രകാശവർഷം അകലെ ഞാൻ പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ തന്നെ 2025 ജനുവരിയിൽ ഞാൻ പുറപ്പെട്ടു. ഒരു പ്രകാശവർഷം അകലെയുള്ള ഒരു ഗ്രഹത്തിലേക്ക് ഞാൻ പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ ഒരു വർഷം കഴിയും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ വീണ്ടും 2025 ജനുവരി തന്നെയാണ് ഞാൻ കാണുക. ഓക്കെ, പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ, പിന്നെ പ്രകാശത്തെക്കാൾ സ്ലോ ആയിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ ശേഷമുള്ള കാഴ്ചകളാണ് കാണുക. അപ്പോൾ 2025 ജനുവരിയേക്കാൾ മുമ്പുള്ള കാഴ്ച കാണാൻ നമുക്ക് സാധ്യമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കാണണമെങ്കിൽ പ്രകാശത്തെക്കാൾ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയേണ്ടി വരും. അപ്പോൾ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചാൽ പാസ്റ്റ് കാണാം എന്ന് പറയാം ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട്. ഇതല്ല യഥാർത്ഥത്തിൽ ടൈം ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മറ്റൊരു സംഗതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സമയം മുന്നോട്ട് പോകാതെ ഞാൻ എൻ്റെ പാസ്റ്റിലേക്ക് എത്തിച്ചേരുക. 20 വയസ്സായ ഞാൻ 15 വയസ്സിലേക്ക് പോവുക. ഇതാണ് എൻ്റെ കോശങ്ങളും സംഗതികളൊക്കെ റിവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ,
അപ്പം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റാണ്. ഏതായാലും ടൈം ട്രാവലിംഗ് എന്ന് പറയുന്നത് പക്ക ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എന്നും മനസ്സിലാക്കുക. സമയത്തെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് സമയം, നമ്മൾ ചർച്ച ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള സമയം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് തുടരാം.